സിസ്റ്റം തകരാറിലാണ്. നമ്മുടെ നാട്ടിൽ ആരോഗ്യപരിപാലന രംഗത്ത് അടക്കം മിക്കതിലും പതിവായി സംഭവിക്കുന്ന പല പാളിച്ചകൾക്കും മന്ത്രിമാർ അടക്കം മിക്കവരും പൊതുവായി പഴിചാരാറുള്ളത് ഇവിടത്തെ സിസ്റ്റം എന്ന വ്യവസ്ഥിതിയെ ആണല്ലോ. ഇവിടെ പാളിച്ചകൾ ഏതു രംഗത്ത് സംഭവിച്ചാലും അതിനു ഭരിക്കുന്നവർ ഉത്തരവാദികൾ അല്ല എന്നും മറിച്ച് സിസ്റ്റത്തിന്റെ അഥവാ വ്യവസ്ഥിതിയുടെ തകരാറാണ് എന്നും ആണ് അവരുടെയൊക്കെ ഭാഷ്യം. എന്നാൽ സിസ്റ്റത്തിന്റെ തകരാർ ശരിപ്പെടുത്തുവാൻ അവർക്കാർക്കും വലിയ താൽപ്പര്യമൊന്നുമില്ല. കാരണം വില്ലേജ് ഓഫീസിലെ പ്യൂൺ മുതൽ ചീഫ് സെക്രട്ടറി വരെ ഈ തകർന്ന വ്യവസ്ഥിതിയുടെ ഭാഗവും മിക്കവരും അതിൽ നിന്നും നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നവരുമാണ്. സ്വാഭാവികമായും പഞ്ചായത്ത് മെമ്പർമാർ മുതൽ അതാകുവാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങി മുകളിലോട്ടുള്ള മിക്കവരും അത്തരക്കാർ ആയതിനാൽ ആയിരിക്കണം സിസ്റ്റം ശരിയാക്കുവാനും പരിഹാരമാർഗങ്ങൾ തേടുവാനും താൽപ്പര്യമില്ലാത്തതും സിസ്റ്റത്തെ പഴിചാരി പൗരന്മാരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതും. സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥിതിയുടെ പരാജയത്തിനുള്ള പരിഹാരമാർഗമായി വ്യവസ്ഥിതിയുടെ പുനർരൂപീകരണം തന്നെ നടത്തുവാൻ പര്യാപ്തമായ പൗരപങ്കാളിത്ത ഭരണ വ്യവസ്ഥയെ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. പ്രാദേശികതലത്തിൽ പൗരന്മാരെയും അവരുടെ വാസസ്ഥലങ്ങളെയും പരിസരപ്രദേശങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രകടിപ്പിക്കുന്നതിന് സാധ്യമാക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിച്ച് ഉത്കണ്ഠകൾ കഴിയുന്നത്ര പരിഹരിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്ന ഒരു പൗരസൗഹൃദ സംവിധാനം ആയി പങ്കാളിത്ത ജനാധിപത്യത്തെ വ്യാഖ്യാനിക്കാം. പങ്കാളിത്ത ഭരണ വ്യവസ്ഥയിലെ ഏറ്റവും ആകർഷകമായ വശം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ ഒട്ടുമിക്ക രംഗങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനും പലപ്പോഴും അധികമായും കൈകടത്തുവാൻ അധികാരമുള്ള, അതായത് അധികാര ദുർവിനിയോഗം നടത്തുന്ന പോലീസ് സേനയുടെ നിയന്ത്രണം ഭരിക്കുന്നവർക്ക് മാത്രമായി നൽകാതെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും പൗരസമിതികൾക്ക് കൂടി പങ്കുള്ളതും നടപ്പിലാക്കാൻ ആവുന്നതുമായ ഒരു മേൽനോട്ട സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ്. ഭരണാധികാരികളെ അവരുടെ തന്നിഷ്ടപ്രകാരം ഭരണം നടത്തുവാനും പോലീസുകാരെ അഴിഞ്ഞാടുവാനും അനുവദിച്ചുകൂടാ എന്നതും ജനാധിപത്യ വ്യവസ്ഥിതിയുടെ മൗലിക തത്വങ്ങളിൽ ഒന്നാണ്. അതായത് അവരുടെ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ വിലയിരുത്തലുകളും വിമർശനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൂടിയേ തീരൂ എന്ന്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായ മാർഗമായി പൊതുവെ പല രാഷ്ട്രീയ ചിന്തകരും നിർദ്ദേശിച്ചിട്ടുള്ള മാർഗമാണ് പങ്കാളിത്ത ഭരണ സംവിധാനം. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ പൗരന്മാരുടെ ഭാഗധേയങ്ങളുടെ താൽക്കാലിക സൂക്ഷിപ്പുകാർ മാത്രമാണെന്നതിനാൽ അവരുടെ നയപരിപാടികളും പദ്ധതികളും നിർമ്മിക്കുന്ന നിയമങ്ങളും പൗരന്മാരെ സമീപഭാവിയിൽ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് അറിയാനും ദോഷകരമായവ തിരുത്തിക്കുവാനുമുള്ള അവകാശവും ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ്. ആ അവകാശം സ്ഥാപിതവൽക്കരിക്കുവാനുള്ള ഒരു പൗരസൗഹൃദ ഭരണനിർവഹണ സംവിധാനമാണ് പങ്കാളിത്ത ഭരണം. തുടരും.